ലേൺ ടാലി ഇൻ സിമ്പിൾ മെത്തേഡ്. ഷിയാബ്സ് അക്കാഡമിയുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നു എന്നറിഞ്ഞതിൽ സന്തോഷം. ഇന്ന് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. ടാലിയുടെ ഷോർട്ട് കട്ട് കീസ്. കീബോർഡ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ടാലി ചെയ്യുന്നതെന്ന് നമുക്കറിയാം. പക്ഷേ ടാലിയുടെ ഷോർട്ട് കട്ട് കീസ് ആണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് നമ്മൾ ഈ എപ്പിസോഡിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. വെൽക്കം ബാക്ക്. ലേൺ ടാലി ഇൻ സിമ്പിൾ മെത്തേഡ്. ടാലിയിലെ ഷോർട്ട് കട്ട് കീസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു അക്കൗണ്ടൻറ്റിനും അല്ലെങ്കിൽ ടാലി പഠിക്കുന്ന ഒരാൾക്കും ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിലൂടെ പറയുന്നത്. ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. ഷോർട്ട് കട്ട് കീയുടെ പാർട്ട് 1 വീഡിയോ ആണ്. ഗേറ്റ് വേ ഓഫ് ടാലിയിലും അക്കൗണ്ടിങ് വൗച്ചേഴ്സിലുമുള്ള ഷോർട്ട് കട്ട് കീസിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ടാലിയിലെ എല്ലാ വിൻഡോയിലും എന്തുണ്ട്? ഷോർട്ട് കട്ട് കീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഷോർട്ട് കട്ട് കീസ് എന്ന് നോക്കാം. ഗേറ്റ് വേ ഓഫ് ടാലിയിലെ ഷോർട്ട് കട്ട് കീസ്. F1 ഫസ്റ്റ് ഫംഗ്ഷൻ കീ ആണ്. F1 മീൻസ് സെലക്ട് കമ്പനി. സെലക്ട് എ കമ്പനി ഫ്രം ദി ലിസ്റ്റ് ഓഫ് കമ്പനീസ് എന്നാണ് പറയുന്നത്. ടാലിയിൽ എന്തൊക്കെയുണ്ടോ, അതായത് ടാലി സോഫ്റ്റ്വെയറിൽ നമ്മൾ ഒരാളുടെ അക്കൗണ്ട്സ്, ഒരു കമ്പനിയുടെ അക്കൗണ്ട്സ് നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ കമ്പനിയിൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ എത്ര കമ്പനീസ് ഉണ്ടോ നമ്മുടെ സിസ്റ്റത്തിൽ, അത്രയും കമ്പനീസിനെ നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ കൂടിയാണ് F1. ടാലി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിൽ കാണാം എന്താണ് F1ൻ്റെ താഴെ ഒരു ലൈൻ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഓൾട്ട് കീ ആണ് പ്രസ് ചെയ്യുന്നത് കേട്ടോ, ഓൾട്ട്. അപ്പം റൈറ്റ് സൈഡിൽ നമുക്ക് ബട്ടൺ പാനൽസ് ഉണ്ട്, അതേപോലെ ടോപ്പിൽ നമുക്ക് ബട്ടൺ പാനൽസ് ഉണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ സെലക്ട് കമ്പനി F1 നമ്മൾ കീബോർഡിൽ തന്നെ ചെയ്യണം. കീബോർഡ് ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ ടാലി ചെയ്യുന്നത്. സോ F1 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? സെലക്ട് കമ്പനി വരും. ആ സെലക്ട് കമ്പനിയിൽ നമ്മുടെ ടാലി സോഫ്റ്റ്വെയർ ഏത് ഡ്രൈവിലാണ്, സിസ്റ്റത്തിൽ ഏത് ഡ്രൈവിലാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് കാണാം. അവിടെയുള്ള ലിസ്റ്റ് ഓഫ് കമ്പനീസ് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഏത് കമ്പനിയാണോ സെലക്ട് ചെയ്യേണ്ടത് ആ കമ്പനി സെലക്ട് ചെയ്യുന്നു. ജസ്റ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ആ കമ്പനി ഓപ്പൺ ആയി വരും. അപ്പോൾ F1 മീൻസ് സെലക്ട് കമ്പനി. The next one, Alt plus F1. It means shut company, close an active company എന്നാണ് പറയുന്നത്. നമ്മൾ സിസ്റ്റം ഓഫ് ചെയ്യാൻ എന്താണ് പറയുന്നത്? ഷട്ട് ഡൗൺ. അതേപോലെ തന്നെ ടാലിയിൽ ഒരു ആക്റ്റീവായി നിൽക്കുന്ന കമ്പനി ഓഫ് ചെയ്യാൻ പറയുന്ന പേരാണ് ഷട്ട് കമ്പനി. അതിൻ്റെ കീ കോമ്പിനേഷനാണ് Alt plus F1. അപ്പോൾ ഫംഗ്ഷൻ കീയുടെ കൂടെ ഒരു ലൈൻ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് കീ ആണെന്ന് ഓർത്തോണം, ഓൾട്ട് കീ ആണെന്ന് ഓർത്തോണം. ഇപ്പോൾ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ നമ്മൾക്ക് ഇവിടെ 2 കമ്പനി ആക്റ്റീവായി നിൽപ്പുണ്ട് ഇല്ലേ? ഇപ്പോൾ ആക്റ്റീവായി നിൽക്കുന്ന കമ്പനി ഓട്ടോമാജിക് എന്ന് പറയുന്ന കമ്പനിയാണ്. ഇത് നമുക്ക് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഓൾട്ട് പ്ലസ് F1 പ്രസ് ചെയ്യണം. ഓൾട്ട് F1 പ്രസ് ചെയ്യുമ്പം ലിസ്റ്റ് ഓഫ് കമ്പനീസ് കാണിക്കും. 2 കമ്പനി ഉണ്ട്, അതിലേത് കമ്പനിയാണ്, ഏതാണോ നമുക്ക് ഓഫ് ചെയ്യേണ്ട കമ്പനി ആ കമ്പനി സെലക്ട് ചെയ്യുക. ജസ്റ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനി ക്ലോസ് ആവും. ഇനിയിപ്പോൾ ആക്റ്റീവായി നിൽക്കുന്ന കമ്പനി ഒന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? ഇതും കൂടെ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? പ്രസ് ഓൾട്ട് F1, ആ കമ്പനി ക്ലോസ് ആയി. വീണ്ടും F1 അല്ലെങ്കിൽ എസ് കീയോ പ്രസ് ചെയ്യുകയാണെങ്കിൽ, എസ് എന്നുള്ള ലെറ്റർ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെലക്ട് കമ്പനി വരും. ആ സെലക്ട് കമ്പനിയിൽ നിന്ന് നമ്മുടെ കമ്പനി സെലക്ട് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ F1 സെലക്ട് കമ്പനി, ഓൾട്ട് F1 ഷട്ട് കമ്പനി. ദ നെക്സ്റ്റ് വൺ F2 means change date. Change date for the transactions. നമ്മൾ ട്രാൻസാക്ഷന് വേണ്ടി എല്ലാ പ്രാവശ്യവും നമ്മൾ ഓരോ ഡേറ്റ് ചേഞ്ച് ചെയ്തിട്ടല്ലേ പോണത്. അതിൻ്റെ കീ ആണ് F2. അപ്പോൾ ഒരു ഡേറ്റിൽ നിന്ന് അടുത്ത ഡേറ്റിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഏത് കീ ആണ്? F2 ഡേറ്റ് ആണ്. F2 ചേഞ്ച് ഡേറ്റ് ആണ്. ടാലി എടുക്കുക. ടാലി എടുത്തതിന് ശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ F2 ഡേറ്റ്, ഇപ്പോഴത്തെ കറണ്ട് ഡേറ്റ് 1 ഫെബ്രുവരി ആണ് ഈ ഒരു പർട്ടിക്കുലർ കമ്പനിയിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രസ് F2 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? ഫസ്റ്റ് എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി സെക്കൻഡിലേക്ക് മാറിയിട്ടുണ്ട്. ദെൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 2 ഫെബ്രുവരിയിലേക്ക് മാറും. മറ്റൊരു അഡ്വാൻറ്റേജ് ഉള്ളത്, F2 പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഡേറ്റിൻ്റെ കൂടെ മന്തിൻ്റെ 3 ലെറ്ററും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ മന്തിലെ ഡേറ്റിലേക്ക് പോകാം. ഞാൻ ഫസ്റ്റ് സ്പേസ് APR എന്ന് കൊടുത്തു. APR എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? 1 ഏപ്രിലേക്ക് പോകും. വീണ്ടും F2 പ്രസ് ചെയ്തിട്ട് 1
MAY എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് മെയിലിലേക്ക് പോകും. അങ്ങനെയും കൂടെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. F2 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് എന്ന് പറയുന്നത് 2-5-2018 എന്നല്ലേ കാണുന്നത്. ഇത് വേണമെന്നെങ്കിൽ നമുക്ക് ഡോട്ടായിട്ടോ സ്പേസ് ആയിട്ടോ കൊടുക്കാം. ഇപ്പം ഞാൻ ഫസ്റ്റ് സ്പേസ് 6-2018 ഇങ്ങനെ കൊടുത്തിട്ട് എൻ്റർ ചെയ്താലും എന്താണ് സംഭവിക്കുന്നത്? ഫസ്റ്റ് ജൂൺ 2018 ഓട്ടോമാറ്റിക്കലി അവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് F2 പ്രസ് ചെയ്തിട്ട് 1.7 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ജൂലൈയിലേക്ക് ഓട്ടോമാറ്റിക്കലി വരും. അപ്പം നമുക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഡേറ്റിനെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഇതിലേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അടുത്തത് Alt + F2 ചേഞ്ച് പീരീഡ്, ചേഞ്ച് അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ പീരീഡ്. ഒരു ഫിനാൻഷ്യൽ പീരീഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഫിനാൻഷ്യൽ പീരീഡിലേക്ക് മാറും. 2018-19 ആണെങ്കിൽ അടുത്ത ഫിനാൻഷ്യൽ പീരീഡ് എന്ന് പറയുന്നത് 19-20 ആയിരിക്കും. അപ്പോൾ നമുക്ക് ടാലിയിൽ ഒരു ഫിനാൻഷ്യൽ പീരീഡിനെ അടുത്ത ഫിനാൻഷ്യൽ പീരീഡിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? Alt + F2 പ്രസ് ചെയ്താൽ മതി. ഇപ്പോഴത്തെ കറണ്ട് പീരീഡ് 18-19 ആണ്. Alt F2 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 18-19 നമുക്കിവിടെ ലിസ്റ്റ് ചെയ്യും. ആ 18-19 നമുക്ക് എന്ത് ചെയ്താൽ മതി? ചേഞ്ച് ചെയ്യുക. നേരെ 8 എന്നുള്ള പോർഷനിൽ കൊണ്ടുവരിക. എൻഡ് കീയോ അല്ലെങ്കിൽ 9 എന്ന് കൊടുക്കുക. എൻ്റർ ചെയ്യുക. 92020 അല്ലേ? 2020 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഫിനാൻഷ്യൽ പീരീഡ് മാറും. ഫസ്റ്റ് ഏപ്രിൽ 2019 എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ പീരീഡിലേക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിനാൻഷ്യൽ പീരീഡിലുള്ള ക്ലോസിംഗ് ബാലൻസ് എല്ലാം ഓട്ടോമാറ്റിക്കലി അടുത്ത ഫിനാൻഷ്യൽ പീരീഡിലെ ക്ലോസിംഗ് ബാലൻസ് ഈ ഫിനാൻഷ്യൽ പീരീഡിലെ ക്ലോസിംഗ് ബാലൻസ് എല്ലാം അടുത്ത ഫിനാൻഷ്യൽ പീരീഡിലെ ഓപ്പണിംഗ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി മാറിക്കൊള്ളും. അതാണ് ഈ പീരീഡ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു അഡ്വാൻറ്റേജ്. നെക്സ്റ്റ് വൺ Alt + F3 കമ്പനി ഇൻഫോ, കമ്പനി ഇൻഫർമേഷൻ മെനു. വി ക്യാൻ ആക്സസ് കമ്പനി ഇൻഫോ ഫ്രം ഗേറ്റ്വേ ഓഫ് ടാലി. അപ്പോൾ ഗേറ്റ്വേ ഓഫ് ടാലിയിൽ നിന്ന് കമ്പനി ഇൻഫോർമേഷൻ നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഏത് കീ ആണ്? Alt + F3 ആണ്. ഗേറ്റ്വേ ഓഫ് ടാലി ദെൻ Alt + F3 നിങ്ങൾക്ക് കാണാം. Alt + F3 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഗേറ്റ്വേ ഓഫ് ടാലിയിൽ നിന്ന് ഏത് മെനുവിലേക്ക് വന്നു? കമ്പനി ഇൻഫോ മെനുവിലേക്ക് വന്നു. അതിൽ സെലക്ട് കമ്പനി ഉണ്ട്, കണക്ട് കമ്പനി, ഷട്ട് ഡൗൺ, ഷട്ട് കമ്പനി, ക്രിയേറ്റ് കമ്പനി, ഓൾട്ടർ, ചേഞ്ച് ടാലി, വോൾട്ട് പാസ്വേഡ്, സ്പ്ലിറ്റ് കമ്പനി ഡേറ്റ, ബാക്കപ്പ്, റീസ്റ്റോർ, ക്വിറ്റ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ നമുക്ക് കമ്പനി ഇൻഫോ മെനു എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഗേറ്റ്വേ ഓഫ് ടാലിയിൽ നിന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ ഏത് കീയാണ്? Alt F3. നെക്സ്റ്റ് വൺ ഒരു പുതിയൊരു ഫീച്ചറാണ് F4 കണക്റ്റ്. F4 കണക്ട് മീൻസ് നമുക്ക് അഡ്മിനിസ്ട്രേഷൻ പാസ്വേഡും അഡ്മിനിസ്ട്രേഷൻ നെയിം, യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ഉണ്ടെങ്കിൽ നമുക്ക് വെബിലൂടെ ടാലി ആക്സസ് ചെയ്യാനുള്ളൊരു പുതിയ ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ആൾക്ക് അയാൾ ട്രാവലിംഗ് ആണെങ്കിൽ ത്രൂ മൊബൈലിൽ ഇത് ആക്സസ് ചെയ്യാൻ പറ്റും, വെബ് ആക്സസ് ചെയ്യാൻ പറ്റും. ഇത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. അതാണ് F4 കണക്റ്റ് എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, നെക്സ്റ്റ് F11 മീൻസ് ഫീച്ചേഴ്സ്, കമ്പനി ഓപ്പറേഷൻസ് ഓൾട്രേഷൻസ് എന്നാണ് പറയുന്നത്. ഒരു കമ്പനിയിൽ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ആഡ് ഓൺ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് കൊണ്ടുവരാനുള്ള ഒരു ഭാഗമാണ് F11 ഫീച്ചേഴ്സ് എന്ന് പറയുന്ന കീ. ടാലിയിൽ F11 ഫീച്ചേഴ്സ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ എന്തൊക്കെയുണ്ട്? അക്കൗണ്ടിങ് ഫീച്ചേഴ്സ്, ഇൻവെൻറ്ററി ഫീച്ചേഴ്സ്, സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ടാക്സേഷൻ, ആഡ് ഓൺ ഫീച്ചേഴ്സ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അക്കൗണ്ടിങ് ഫീച്ചേഴ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിൽ കാണാം കമ്പനി ഓപ്പറേഷൻസ് ഓൾട്രേഷൻ. കണ്ടോ? കമ്പനി ഓപ്പറേഷൻസ് ഓൾട്രേഷൻസ് എന്ന് കാണാം. അവിടെ നമുക്ക് എന്തൊക്കെ ആഡ് ഓൺ ഫീച്ചേഴ്സ് വേണം, കമ്പനി അക്കൗണ്ടിങ്ങിൽ എന്തൊക്കെ ആഡ് ഓൺ ഫീച്ചേഴ്സ് വേണം, ഇതെല്ലാം നമുക്ക് എനേബിൾ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫീച്ചർ ലഭിക്കുന്നതാണ്. അതേപോലെ ഇൻവെൻറ്ററി ഫീച്ചേഴ്സ് ഉണ്ട്, സ്റ്റാറ്റ്യൂട്ടറി ഫീച്ചേഴ്സ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് F11 ഫീച്ചേഴ്സിലൂടെയാണ് നമ്മൾക്ക് ആക്റ്റീവ് ആക്കാൻ പറ്റുന്നത്. മറ്റൊന്ന് F12 കോൺഫിഗർ, ടാലി സ്ക്രീൻ സെറ്റിങ്സ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ടാലിയിലെ എല്ലാ സ്ക്രീൻസിനും സെറ്റിങ്സ് ഉണ്ട്. എങ്ങനെ, ഹൗ ടു ബിഹേവ് ദ സ്ക്രീൻ, നമ്മുടെ ടാലിയുടെ സ്ക്രീൻ എങ്ങനെയൊക്കെ നമുക്ക് ബിഹേവ് ചെയ്യണം എന്നുള്ളതാണ് മെയിൻലി ഈ കോൺഫിഗറേഷൻ എന്നുള്ള കീ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിൽ താഴെയായിട്ട് കോൺഫിഗർ എന്ന് കാണാം. ആ കോൺഫിഗർ എടുത്തു കഴിഞ്ഞാൽ അതിനു വേണ്ടി സെപ്പറേറ്റ് ഒരു മെനു തന്നെയുണ്ട്. ജനറൽ ആയിട്ടുള്ള കോൺഫിഗറേഷൻ ഉണ്ട്, അക്കൗണ്ട്സിനും ഇൻവെൻട്രിക്കുമുള്ള കോൺഫിഗറേഷൻ ഉണ്ട്, ന്യൂമറിക്കൽ സിമ്പിൾസിനുള്ള കോൺഫിഗറേഷൻ ഉണ്ട്, വൗച്ചർ എൻട്രി, ഇൻവോയ്സ് എൻട്രി, പേറോൾ, ബാങ്കിങ്, പ്രിൻറ്റിംഗ്, ഇമെയിൽ, ഡേറ്റ കോൺഫിഗറേഷൻ, ദെൻ അഡ്വാൻസ് കോൺഫിഗറേഷൻ, പ്രോഡക്റ്റ് ആൻഡ് ഫീച്ചേഴ്സ്, ലൈസൻസിങ്, എവറിത്തിങ് നമുക്കിവിടെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അക്കൗണ്ട്സ് ഇൻഫോയിൽ ഞാൻ ലെഡ്ജറിലേക്ക് പോയി ക്രിയേറ്റ് എടുത്തിട്ട് ഞാൻ കോൺഫിഗർ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെയാണോ അഡീഷണൽ ആയിട്ട് ലെഡ്ജറിലേക്ക് വരേണ്ടത് അതെല്ലാം നമുക്കിവിടെ ആക്റ്റീവ് ആക്കി കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, ഞാൻ പ്രൊവൈഡ് അഡീഷണൽ ഇൻഫർമേഷൻ ഇൻ മാസ്റ്റേഴ്സ് എന്നുണ്ട്, അത് ഞാനൊന്ന് നോ ആക്കുന്നു. അഡ്രസ്സ് നോ ആക്കുന്നു. എന്ത് ചേഞ്ചസ് വന്നു? വെറും ബ്ലാങ്ക് ആയിട്ടാണ് നമുക്ക് ലെഡ്ജർ സ്ക്രീൻ കാണുന്നത്. വീണ്ടും നമ്മൾ F12 പ്രസ് ചെയ്തു, അവിടെ പ്രൊവൈഡ് അഡീഷണൽ ഇൻഫർമേഷൻ ഏസാക്കി, ആഡ് നോട്ട് ഫോർ ലെഡ്ജർ അല്ലെങ്കിൽ പ്രൊവൈഡ് അഡ്രസ് ഫോർ ലെഡ്ജർ അക്കൗണ്ട് ഏസാക്കിൽ കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാണാം? കണ്ടോ, മെയിലിംഗ് ഡീറ്റെയിൽസ്, അഡ്വാൻസ് ഡീറ്റെയിൽസൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇതാണ് കോൺഫിഗർ. ഇപ്പോൾ ടാലിയിലെ എല്ലാ സ്ക്രീനും എന്തുണ്ട്? കോൺഫിഗർ ഉണ്ട്. നെക്സ്റ്റ്, കൺട്രോൾ M. ഇറ്റ് മീൻസ് ഗേറ്റ് വേ ഓഫ് ടാലി, വർക്ക് ഏരിയ എന്നാണ് പറയുന്നത്. ഗേറ്റ് വേ ഓഫ് ടാലി വർക്ക് ഏരിയ. അടുത്തത് Ctrl+N, ഇത് കാൽക്കുലേറ്റർ ആണ്. അപ്പം കൺട്രോൾ M ഗേറ്റ് വേ ഓഫ് ടാലി വർക്ക് ഏരിയയും Ctrl+N എന്താണ്? കാൽക്കുലേറ്ററുമായിട്ടാണ് അറിയപ്പെടുന്നത്. ടാലി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ഏറ്റവും ടോപ്പിലായിട്ട് Ctrl+M കാണാം. അതുകൂടാതെ തന്നെ താഴെ Ctrl+N എന്ന് കാണാം. അപ്പോൾ Ctrl+M എന്താണ്? വർക്ക് ഏരിയ. Ctrl+N കാൽക്കുലേറ്റർ ആണ്. Ctrl+M Ctrl+N നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ 4 അല്ലെങ്കിൽ 5 + 4 ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് ആൻസർ കിട്ടി 9. കണ്ടോ? ഇനി ഞാൻ Ctrl+M പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? ആ കാൽക്കുലേറ്ററിൽ നിന്ന് മാറി നേരെ എവിടെ വന്നു? ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വന്നു. അതുകൂടാതെ തന്നെ നമുക്കിത് ടാലിയുടെ ഏത് വേർഷനാണ്? ഇവിടെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് റിലീസ് എ സീരീസ് എ റിലീസ് 6.6 ആണ്. ചിലപ്പോൾ നമുക്ക് അത് അറിയണമെന്നുണ്ടെങ്കിൽ Ctrl+Alt+B പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നമുക്ക് കാൽക്കുലേറ്ററിൽ അതിൻ്റെ റിലീസ് ഏതാണ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നതെന്ന് അറിയാൻ പറ്റും. കണ്ടോ? Ctrl+Alt+B പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. മറ്റൊരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ഈ ഒരു കാൽക്കുലേറ്ററിൻ്റെ മറ്റൊരു ഉപയോഗം എന്ന് പറയുന്നത്, നമ്മൾ ഡിസ്പ്ലേ എടുക്കുന്നു. ഡിസ്പ്ലേയിൽ ഞാൻ അക്കൗണ്ട് ബുക്ക് എടുക്കുന്നു, ക്യാഷ് ആൻഡ് ബാങ്ക് ബുക്ക്. നമ്മുടെ ക്യാഷ് ബാലൻസ് എത്രയാണ്? 86,450. HDFC ബാങ്കിൻ്റെ ബാലൻസ് എത്രയാണ്? 1,51,500 ഇല്ലേ? ഞാൻ ഇനിയും ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വന്നു. ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വന്നിട്ട് ഞാൻ ഇവിടെ കാൽക്കുലേറ്ററിൽ ഞാൻ ക്യാഷ് എന്നും ബാങ്ക് എന്നും ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. വി ക്യാൻ നോ ദ ലെഡ്ജർ അക്കൗണ്ട് ബാലൻസ്. അപ്പോൾ കാൽക്കുലേറ്ററിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? അവിടെ ഏതാണോ പർട്ടിക്കുലർ ലെഡ്ജർ, ആ ലെഡ്ജർ നെയിം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലെഡ്ജർ അക്കൗണ്ട് ബാലൻസ് നമുക്ക് അറിയാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ കാൽക്കുലേറ്ററിൽ Ctrl+N പ്രസ് ചെയ്തു. അപ്പോൾ കാൽക്കുലേറ്റർ ആക്റ്റീവായി. കാൽക്കുലേറ്ററിൽ ഞാൻ ക്യാഷ് എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ക്ലോസിംഗ് ബാലൻസ് 1 ജാനുവരി തൊട്ട് 1 ഫെബ്രുവരി അവിടം വരെയുള്ള ട്രാൻസാക്ഷനിൽ 86,450 ആണ് നമ്മുടെ ബാലൻസ്. ഞാൻ HDFC എന്ന് ഞാൻ കൊടുത്തു. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ HDFC ബാങ്ക് ബാലൻസ് നമുക്കവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരാളുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അയാളുടെ അക്കൗണ്ടിങ് ബാലൻസ് എത്രയാണെന്നും നമുക്കറിയാൻ പറ്റും. ഞാൻ ജസ്റ്റ് എസ്കേപ്പ് ചെയ്യുന്നു. ഡിസ്പ്ലേ, അക്കൗണ്ട് ബുക്ക്, ലെഡ്ജർ. ലെഡ്ജറിൽ ക്യാഷ്, ക്യാപിറ്റൽ, കൺവെയൻസ് ഇല്ലേ, HDFC ഇങ്ങനെ കുറേ ഉണ്ട്. രാജ ടോയ്സ് എൻ്റർ ചെയ്യുന്നു. രാജ ടോയ്സിന് ഇപ്പം ബാലൻസ് ഒന്നുമില്ല. അല്ലെങ്കിൽ നമുക്ക് നോക്കാം, ഓൾറെഡി ഒരു ക്ലോസിംഗ് ബാലൻസ് മാത്രമേ അവിടെ അവൈലബിൾ ഉള്ളൂ. അത് 1,40,450 ആണ്. അപ്പോൾ 1,40,420 എന്നുള്ളതാണ് ഓപ്പണിംഗ് ബാലൻസ്. ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വന്നു. ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വന്നിട്ട് Ctrl+N പ്രസ് ചെയ്തു. കാൽക്കുലേറ്റർ വന്നു. ഞാനിവിടെ രാജ ടോയ്സ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് അദ്ദേഹത്തിൻ്റെ ക്ലോസിംഗ് ബാലൻസ് 1,40,450 എന്ന് 420 എന്ന് കാണാൻ പറ്റും.
അപ്പോൾ കാൽക്കുലേറ്ററിൽ അങ്ങനെ ഒരു ഗുണമുണ്ട്. നമുക്ക് ഏതെങ്കിലും പർട്ടിക്കുലർ ആളുടെ ക്ലോസിംഗ് ബാലൻസ് നമുക്ക് പെട്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ അവൈലബിൾ ആണ്. അതാണ് കാൽക്കുലേറ്ററിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അടുത്തതാണ് ഓൾട്ട് ജി. ഓൾട്ട് ജി ലാംഗ്വേജ്. നമുക്ക് ലാംഗ്വേജ് നമുക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ ലാംഗ്വേജിലേക്ക് മാറ്റാൻ പറ്റും. മറ്റൊന്ന് ഓൾട്ട് കെ ആണ്. ഓൾട്ട് കെ മീൻസ് കീബോർഡ്. കീബോർഡ് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്താണ് ഓൾട്ട് ജിയും ഓൾട്ട് കെയും എന്ന് നമുക്ക് നോക്കാം. ഗേറ്റ്വേ ഓഫ് ടാലിയിൽ രണ്ട് കാര്യങ്ങളാണ്, ഓൾട്ട് ജി ആൻഡ് ഓൾട്ട് കെ. അതുകൂടാതെ 2-3 ഐറ്റംസ് കൂടെ ഉണ്ട്. ടാലി ഷോപ്പ് ഉണ്ട്, കൺട്രോൾ സെൻറ്റർ ഉണ്ട്, സപ്പോർട്ട് സെൻറ്റർ ഉണ്ട്, ഹെൽപ്പ് ഉണ്ട്. നമുക്ക് ടാലി ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു സീരിയലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ആണ് ചെയ്യുന്നതെങ്കിൽ, നമുക്ക് സപ്പോർട്ട് സെൻറ്ററിൽ പോയിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ ഹെൽപ്പ് അവിടുന്ന് നമുക്ക് എടുക്കാൻ പറ്റും. സപ്പോർട്ടീവ് ആയിട്ടുള്ള കോൾ സെൻറ്ററിൽ നിന്നൊക്കെ നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തരും അവർ. അപ്പം നമ്മൾ ലാംഗ്വേജും കീബോർഡും. അപ്പോൾ ഓൾട്ട് ജി ഇംഗ്ലീഷാണ് ഓൾറെഡി ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. മറ്റുള്ള ലാംഗ്വേജസ് ഉണ്ടെങ്കിൽ, മലയാളമൊക്കെ ഉണ്ടെങ്കിൽ ആ മലയാളം കൂടെ നമുക്കിവിടെ ലഭ്യമാകും. ഇനി നമ്മൾ ഓൾട്ട് കെ കീബോർഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും ലിസ്റ്റ് ഓഫ് ലാംഗ്വേജസ് കാണാം. കണ്ടോ, ഞാനിവിടെ സിസ്റ്റം ഇംഗ്ലീഷ് ഇന്ത്യ സിസ്റ്റം എന്നുള്ളതാണ് കിടക്കുന്നത്. ഞാൻ മലയാളം എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുകയാണ്. എന്താണ് വ്യത്യാസം? ഇവിടെയൊക്കെ മലയാളത്തിൻ്റെ കീസ് വരുന്ന കാണാം. കണ്ടോ, മലയാളത്തിൻ്റെ കീസ് വരുന്ന കാണാം. മലയാളം ലാംഗ്വേജ് ഉണ്ടായിരുന്നെങ്കിൽ മുഴുവനായിട്ടും ഇത് ഫുള്ള് വന്നേനെ. അപ്പോൾ കീബോർഡിൽ ഇംഗ്ലീഷാണ് ഞാൻ സെലക്ട് ചെയ്യുന്നതെങ്കിൽ പഴയ പോലെ ഇംഗ്ലീഷിലേക്ക് വരും. ഇവിടെ നോക്കി, AIVTON. നേരത്തെ ഇതെല്ലാം ഇവിടെ തന്നെ ഹൈലൈറ്റഡ് ആയിരുന്നു. ഇപ്പോൾ എന്താണ്? ഇപ്പോൾ അല്ലാതെ വന്നു. ഞാൻ ഇംഗ്ലീഷ് എന്ന് മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ പഴയ പോലെ വരും. എയും ഐയും ഒക്കെ നമുക്കിവിടെ ഹൈലൈറ്റഡ് ആയിട്ട് വരില്ല. നമുക്ക് സിസ്റ്റത്തിലെ ഒരു ഇന്ത്യൻ സിസ്റ്റം എന്നുള്ള രീതിയിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും സൈഡിൽ. അപ്പോൾ നമുക്ക് ഈ ലെറ്റേഴ്സ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആ ഒരു പർട്ടിക്കുലർ മെനുവിലേക്ക് പോകാൻ പറ്റും. ഞാനിപ്പോൾ ബി എന്നാണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ നേരെ ബാലൻസ് ഷീറ്റിലേക്ക് വന്നു. കണ്ടോ, പി ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് പോകും, എ ആണെങ്കിൽ അക്കൗണ്ട്സ് ഇൻഫോയിലേക്ക് പോകും. ആ സൈഡിലെല്ലാം നമുക്ക് കാണാൻ പറ്റും അല്ലേ? അതേപോലെ വീണ്ടും നമ്മളത് സെലക്ട് ചെയ്തു, ഏതാ കീബോർഡ് എന്നുള്ളത് സെലക്ട് ചെയ്തു, ജസ്റ്റ് ഇംഗ്ലീഷ് മാത്രം സെലക്ട് ചെയ്തിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് മാറും. അപ്പം ഗേറ്റ്വേ ഓഫ് ടാലിയിലുള്ള അത്യാവശ്യം കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്, ഷോർട്ട് കട്ട് കീസ്. ഇനി നമുക്ക് പറയാനുള്ളത് അക്കൗണ്ടിങ് വൗച്ചേഴ്സിലെ ഷോർട്ട് കട്ട് കീസാണ്. Alt+C സെക്കൻഡറി ക്രിയേഷൻ എന്നുള്ളതാണ്. ഇതുവരെ നമ്മൾ ചെയ്തതെല്ലാം എന്തായിരുന്നു? ഡയറക്റ്റ് നമ്മൾ ലെഡ്ജർ ചെയ്യുമായിരുന്നു. നമുക്കൊരു അക്കൗണ്ടിങ് വൗച്ചറിൽ നിന്നുകൊണ്ട് നമുക്കൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ, ഇൻവെൻട്രിയിൽ നിന്ന് നമുക്കൊരു സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ, ടാലിയിൽ എന്തൊരു ഐറ്റവും സെക്കൻഡറി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനുള്ള കീയാണ് Alt+C. എങ്ങനെയാണ് Alt+C എന്നുള്ളത് പറഞ്ഞു തരാം. ഗേറ്റ്വേ ഓഫ് ടാലിയിൽ വന്നു, അക്കൗണ്ടിങ് വൗച്ചർ എടുത്തു. അക്കൗണ്ടിങ് വൗച്ചറിൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാം ഏതൊക്കെയാണ് ലിസ്റ്റ് ഓഫ് ലെഡ്ജേഴ്സ് എന്ന് കാണാം. കണ്ടോ, ഇവിടെ ഞാൻ പേയ്മെൻറ്റിലാണ് നിൽക്കുന്നത്. എനിക്കൊരു സ്റ്റേഷനറിയും റെൻറ്റും അല്ലാതെ മറ്റൊരു ട്രാവലിംഗ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ടൊരു വൗച്ചർ കൊടുക്കണം, ഒരാൾക്കൊരു പേയ്മെൻറ്റ് ചെയ്യണം. ഇവിടെ ട്രാവലിംഗ് അലവൻസ് ഇല്ല. പുതിയൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. പുതിയൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? Alt+C പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചത്? ലെഡ്ജർ ക്രിയേഷൻ സെക്കൻഡറി. ഞാനിവിടെ ട്രാവലിംഗ് എക്സ്പെൻസസ് ടൈപ്പ് ചെയ്തു, അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് കൊടുത്തു. ബാക്കിയുള്ള ഫീച്ചേഴ്സ് ആവശ്യമുള്ളതൊക്കെ ആക്റ്റീവ് ആക്കുക, നേരെ വൗച്ചറിൽ വരും. ഞാനിവിടെ ഒരു 500 എന്ന് കൊടുത്തു, ക്രെഡിറ്റ് ക്യാഷ്. അതാണ് സെക്കൻഡറി ക്രിയേഷൻ. അപ്പം വൗച്ചറിൽ നിന്നുകൊണ്ട് ലെഡ്ജർ ചെയ്യാനോ അല്ലെങ്കിൽ ഇൻവെൻട്രി ഐറ്റംസ് ചെയ്യാനോ ഒക്കെ നമുക്കുള്ള സെക്കൻഡറി ക്രിയേഷന് വേണ്ടിയുള്ളൊരു കീ ആണ് Alt+C എന്ന് പറയുന്നത്. നെക്സ്റ്റ് കൺട്രോൾ എ എന്ന് പറയുന്നത് അക്സെപ്റ്റിംഗ് ഓർ സേവിങ് എ സ്ക്രീൻ ഇൻ ടാലി. നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഐറ്റം പെട്ടെന്ന് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ എ ആണ്.
സാധാരണ നമ്മൾ എൻറ്റർ ചെയ്ത് വന്ന് ലാസ്റ്റ് അക്സെപ്റ്റ് എന്നുള്ള മെസ്സേജ് വന്നു കഴിയുമ്പോഴാണ് നമ്മൾ എൻറ്റർ ചെയ്യുന്നത്, അപ്പോഴാണ് ഒന്ന് സേവ് ആകുന്നത്. അല്ലാതെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് നമുക്ക് സേവ് ചെയ്യാനുള്ള ഒരു കീ കൂടെയാണ് കൺട്രോൾ എ. നമ്മൾ ടാലിയിൽ വന്നു, ടാലിയിൽ അക്കൗണ്ട്സ് ഇൻഫോയിൽ വന്നു. ഞാനിപ്പോൾ ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുവാണ്. ലെഡ്ജർ ക്രിയേഷനിൽ ഞാനിവിടെ സാലറി എന്ന് കൊടുത്തു. സാലറി എൻ്റർ. അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. പിന്നെ ഞാൻ എല്ലാം അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? എൻ്റർ അങ്ങനെ ചെയ്തു വരണം. അതിന് പകരം ഞാൻ കൺട്രോൾ എ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് സേവ് ആവും. കണ്ടോ, സേവായി. അതേപോലെ തന്നെ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ അക്കൗണ്ടിങ് വൗച്ചർ വന്നു. അക്കൗണ്ടിങ് വൗച്ചറിൽ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. സാലറി ഞാൻ സെലക്ട് ചെയ്യുന്നു. സാലറി 4000. ക്രെഡിറ്റ് HDFC ബാങ്ക് കൊടുത്തു. സാധാരണ ചെക്ക് നമ്പർ ഉണ്ടെങ്കിൽ ആ ചെക്ക് നമ്പറൊക്കെ കൊടുത്ത് നമ്മളത് സേവ് ചെയ്യും. ഇങ്ങനെയാണ് സേവ് ചെയ്യുന്നത് സാധാരണ രീതിയിൽ, അല്ലേ? ഞാൻ ഇനിയും സാലറി ഒരു 500 കൂടെ കൊടുക്കുകയാണ്. ക്രെഡിറ്റ് ക്യാഷാണ് ഞാൻ ഇപ്രാവശ്യം കൊടുക്കുന്നത്. ഇത്രയും കൊടുത്തു, ഇനി വേറെ ഒന്നും കൊടുക്കാനില്ല. എന്നിട്ട് ഞാൻ ഇവിടുന്ന് കൺട്രോൾ എ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് സേവ് ആവും. അപ്പം കൺട്രോൾ എ എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു പർട്ടിക്കുലർ ഐറ്റം സേവ് ചെയ്യാനുള്ള കീ ആണ് കൺട്രോൾ എ. നെക്സ്റ്റ് വൺ, പേജ് അപ്പ്. പേജ് അപ്പ് എന്ന് പറയുന്നത് ടു വ്യൂ ഓർ റിവൈൻഡ് ദ സേവ്ഡ് വൗച്ചർ ഓർ ലെഡ്ജർ. നമ്മളിപ്പോൾ സേവ് ചെയ്ത ഒരു വൗച്ചർ പെട്ടെന്ന് നമുക്ക് റീകോൾ ചെയ്യണം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ ഏതൊക്കെ വൗച്ചേഴ്സാണ് നമ്മൾ എൻറ്റർ ചെയ്തിട്ടുള്ളത് അത് പെട്ടെന്ന് തിരിച്ച് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാൻ, അല്ലെങ്കിൽ റിവൈൻഡ് ചെയ്ത് നോക്കാൻ ഏത് കീ ആണ്? പേജ് അപ്പ് എന്നുള്ള കീ ആണ് യൂസ് ചെയ്യുന്നത്. കാണിച്ചു തരാം. ടാലിയിൽ അക്കൗണ്ടിങ് വൗച്ചർ എടുത്തു. അക്കൗണ്ടിങ് വൗച്ചറിൽ ഞാൻ ഒരു ട്രാൻസാക്ഷൻ ഞാൻ ചെയ്യാൻ പോവാണ്. സ്റ്റേഷനറി 300 ക്യാഷ്. ഞാൻ ഡേറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ ഏത് കീയാണ്? F2 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 2 ഏപ്രിലേക്ക് ആകും. ഇപ്പം നമ്മുടെ വൗച്ചർ ഏതാണ്? 2 ഡേറ്റ് ആണ്. 2 ഏപ്രിലാണ് ഞാൻ ആ ട്രാൻസാക്ഷൻ ചെയ്തത്. ആ 2 ഏപ്രിലിൽ ഞാനൊരു സാലറി കൂടെ ചെയ്യാൻ പോവാണ്. സാലറി 4000 ക്യാഷ്. ഇപ്പം ഞാൻ 2 ഏപ്രിലിൽ ഞാൻ എത്ര ട്രാൻസാക്ഷൻ ചെയ്തു? 2 ട്രാൻസാക്ഷൻ ചെയ്തു. ഇനി നോക്കുക, ഞാൻ പേജ് അപ്പ് എന്നുള്ള കീ പ്രസ് ചെയ്യുവാണ്. കണ്ടോ, സാലറി കാണാം. നേരത്തെ അക്കൗണ്ടിങ് വൗച്ചർ ക്രിയേഷൻ ആയിരുന്നു, ഇപ്പോൾ എന്താണ്? ഓൾട്രേഷൻ. വീണ്ടും ഞാൻ പേജ് അപ്പ് പ്രസ് ചെയ്യുവാണ്. സ്റ്റേഷനറി കാണാം. വീണ്ടും ഞാൻ പേജ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ 2 എണ്ണമേ ഉള്ളായിരുന്നു, അത് പോയി. വീണ്ടും പേജ് അപ്പ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സാലറിയും കാണാം, സ്റ്റേഷനറിയും കാണാം. ഓക്കെ. നെക്സ്റ്റ് വൺ പേജ് ഡൗൺ ആണ്. ഫോർവേഡ് ഓർ ക്ലിയർ ദ വ്യൂഡ് വൗച്ചർ ഓർ ലെഡ്ജർ. ഇപ്പം നമ്മൾ ചെയ്ത കാര്യങ്ങൾ വ്യൂ ചെയ്യാനും അത് അതായത് ഫോർവേഡും ബാക്ക്വേഡും നമ്മൾ ചെയ്യില്ലേ, അതേ മെത്തേഡ് തന്നെയാണ്. ഒരേ ഡേറ്റിലുള്ള വൗച്ചേഴ്സ് നമുക്ക് കാണാനും അത് മാറ്റാനുമുള്ള ഒരു പേജ് അപ്പ് ആൻഡ് പേജ് ഡൗൺ ഫെസിലിറ്റിയാണ് നമ്മുടെ ടാലിയിലുള്ളത്. അപ്പം വൗച്ചർ ആണെങ്കിലും ലെഡ്ജർ ആണെങ്കിലും നമുക്ക് ഇതേപോലെ കാണാം. അപ്പം പേജ് അപ്പ് എന്ന് പറയുന്നത് എന്തായിരുന്നു? നമുക്ക് നേരെ സാലറി, സ്റ്റേഷനറി ഇങ്ങനെ 2 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി പേജ് ഡൗൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നോക്കി. കണ്ടോ, സാലറിയിലേക്ക് വരും. വീണ്ടും പേജ് ഡൗൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറും. വീണ്ടും പേജ് അപ്പ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സാലറി കാണാം. വീണ്ടും പേജ് അപ്പ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേഷനറി കാണാം. പേജ് ഡൗൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സാലറി എന്നുള്ള കാണാം. നിങ്ങൾക്ക് മുകളിൽ പേയ്മെൻറ്റ് വൗച്ചർ നമ്പർ നോക്കിയാൽ മതി. ഇപ്പോൾ 4 ആയി. പേജ് ഡൗൺ ചെയ്യുമ്പം അത് 5 ആയി. വീണ്ടും പേജ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? 6ലേക്കായി. അങ്ങനെ നമുക്ക് പേജ് അപ്പ് ആൻഡ് പേജ് ഡൗൺ ഫെസിലിറ്റി വൗച്ചറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കാണാനുള്ള ഒരു ഓപ്ഷനാണ്. ദ നെക്സ്റ്റ് വൺ, കൺട്രോൾ ആർ. കൺട്രോൾ ആർ എന്ന് പറയുന്നത് റിപ്പീറ്റ് ദ നറേഷൻ. എങ്ങനെയാണ് ഒരു നറേഷൻ റിപ്പീറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ ഓൾറെഡി നമ്മൾ ചെയ്ത ഒരു നറേഷൻ അടുത്ത വൗച്ചറിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ടൈപ്പ് ചെയ്യേണ്ട, ജസ്റ്റ് കൺട്രോൾ ആർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ നറേഷൻ അവിടെ വരും. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ട്രാവലിംഗ് എക്സ്പെൻസസ് എൻറ്റർ ചെയ്യുവാണ്. ട്രാവലിംഗ് എക്സ്പെൻസസ് 500. ട്രാവലിംഗ് എക്സ്പെൻസസ് 500 ക്യാഷായിട്ട് ഇവിടെ ഞാൻ പറയുകയാണ് പെയ്ഡ് ടു സെയിൽസ്മാൻ. പെയ്ഡ് ടു
സെയിൽസ്മാൻ എന്ന് പറയുന്നു. വേണമെങ്കിൽ ഒരാളുടെ പേര് കൊടുക്കാം, മിസ്റ്റർ എക്സ് കൊടുത്തു, അക്സെപ്റ്റ് ചെയ്തു. അടുത്തൊരു ട്രാൻസാക്ഷൻ ഞാൻ ചെയ്യാൻ പോവാണ്. ട്രാവലിംഗ് എക്സ്പെൻസസ് 500, അല്ലെങ്കിൽ വേണ്ട സ്റ്റേഷനറി ആയിക്കോട്ടെ, സ്റ്റേഷനറി 500 എൻ്റർ ചെയ്തു, ക്യാഷ് എൻ്റർ ചെയ്തു. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് കൺട്രോൾ R പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ആ നറേഷൻ വീണ്ടും റിപ്പീറ്റായി. നമുക്കിവിടെ വേണമെന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാം. പെയ്ഡ് ടു ബുക്സ് ആൻഡ് പെൻ, പെയ്ഡ് ടു പർച്ചേസ് ഓഫ്, അങ്ങനെ കൊടുക്കാം. പെയ്ഡ് ടു പർച്ചേസ് ഓഫ് ബുക്സ് ആൻഡ് പെൻ, പർച്ചേസ് ഓഫ് ബുക്സ് ആൻഡ് പെൻ. ദെൻ സേവ് ചെയ്യുന്നു. അപ്പോൾ കൺട്രോൾ R നറേഷൻ, കഴിഞ്ഞ നറേഷനെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. മറ്റൊന്ന് Alt R. Alt R റിപ്പീറ്റ് ദ സെയിം നറേഷൻ ഇൻ ദി സ്പെസിഫൈഡ് വൗച്ചർ. അല്ലെങ്കിൽ ഒരു ലെഡ്ജർ നമ്മൾ സെലക്ട് ചെയ്യുവാണെങ്കിൽ അത് തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. Alt R. ഞാൻ നേരത്തെ പ്രീവിയസ് ആയിട്ട് ചെയ്ത ഒരു ട്രാൻസാക്ഷൻ ആയിരുന്നു ട്രാവലിംഗ് എക്സ്പെൻസസ്. ട്രാവലിംഗ് എക്സ്പെൻസസ് ഞാൻ 500 കൊടുത്തു. 500 കൊടുത്തു. നറേഷനിൽ വന്നിട്ട് ഞാൻ ടൈപ്പ് ചെയ്ത് എന്താണ്, പെയ്ഡ് ടു സെയിൽസ്മാൻ മിസ്റ്റർ എക്സ്. അത് നേരത്തെ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു സാലറി കൊടുത്തു. കൺട്രോൾ R പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ചെയ്ത നറേഷൻ എന്താണോ അത് പേസ്റ്റ് ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലേ? ഇവിടെ ഞാൻ ട്രാവലിംഗ് എക്സ്പെൻസസ് കൊടുത്തപ്പം എന്തായിരുന്നു അതാണ് എനിക്ക് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ Alt R പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി വരും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്കിനിയും വേറൊരാൾക്കാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ Y എന്ന് കൊടുത്തിട്ട് നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ Alt R എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ലെഡ്ജറിന് നമ്മൾ എന്താണോ കൊടുത്തിരിക്കുന്നത് അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. അതാണ് Alt R. നെക്സ്റ്റ് Alt P, പ്രിൻറ്റ്. ടാലിയിൽ എന്ത് ഐറ്റം നമുക്ക് പ്രിൻറ്റ് ചെയ്യണോ അതിനുള്ള കീയാണ് Alt P എന്ന് പറയുന്ന വൗച്ചർ. ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ ഞാൻ ഒന്നുകൂടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അക്സെപ്റ്റ് ആണ്. ഞാൻ നറേഷനിൽ നിന്നുകൊണ്ട് Alt P പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് പ്രിൻ്റ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് പോകും. Alt P കണ്ടോ, പ്രിൻറ്റിംഗ് വൗച്ചർ. നമ്മുടെ ഏതാണോ പ്രിൻ്റർ ആ പ്രിൻ്ററിൻ്റെ ഇൻഫർമേഷൻസും കാര്യങ്ങളും ഇവിടെ ഉണ്ടാവും. നമുക്ക് പ്രിൻ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇത് നമുക്ക് വേണമെങ്കിൽ കോൺഫിഗർ ചെയ്യാം. നമുക്ക് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് എന്നുള്ളത് ഒരു പ്രിൻ്റ് പ്രിവ്യൂ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കാണാം. ഏസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു പ്രിൻ്റ് പ്രിവ്യൂ ആയിട്ട് കാണാം. ഈ പ്രിൻ്റ് പ്രിവ്യൂ നമുക്ക് സൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ Alt Z പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സൂം ആയിട്ട് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ പേയ്മെൻറ്റ് വൗച്ചർ. Alt Z ആണ് സൂം ചെയ്യാൻ വേണ്ടിയുള്ളത്. ഇവിടെ Z ഇല്ല എന്നേ ഉള്ളൂ. Alt Z ഫോർ സൂമിങ് ദി പ്രിൻ്റ് പ്രിവ്യൂ. എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറും. അപ്പം പ്രിൻ്റ് ചെയ്യാനുള്ള കീ ഏതാണ്? Alt P. ഇവിടെ നിങ്ങൾക്ക് കാണാം Alt P ഫോർ പ്രിൻ്റ്. ഓക്കെ. നെക്സ്റ്റ് വൺ Alt E, എക്സ്പോർട്ട് എന്നാണ് പറയുന്നത്. നമുക്ക് ടാലിയിലെ ഒരു ഐറ്റം നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. എക്സ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു പിക്ചറായിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം, PDF ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ എക്സലിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം. അങ്ങനെ പല ഇൻഫോർമേഷൻസും നമുക്കിവിടെ അവൈലബിൾ ആണ്. ടാലിയിൽ ഈ ഒരു പർട്ടിക്കുലർ വൗച്ചർ എനിക്ക് എക്സ്പോർട്ട് ചെയ്യണം. എക്സ്പോർട്ട് പ്രസ് ചെയ്യുമ്പം വൗച്ചർ എക്സ്പോർട്ട് എന്ന് പറയുന്ന ഒരു മെസ്സേജ് വരും. ആ ഒരു വിൻഡോയിൽ, ആ ഒരു മെസ്സേജ് ബോക്സിൽ ജസ്റ്റ് ബാക്ക് സ്പേസ് ചെയ്യുക. ഡിഫോൾട്ട് ഓൾ ലാംഗ്വേജ്. ഇവിടെ ഇത്രയും ഫോർമാറ്റ് നിങ്ങൾക്ക് കാണാം. ASCII, എക്സൽ, HTML, JPG, PDF, XML. ഏത് ഫോർമാറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ എക്സ്പോർട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാനൊരു PDF ഫോർമാറ്റായിട്ട് ഞാനൊന്ന് ജസ്റ്റ് എൻ്റർ ചെയ്യാൻ പോവാണ്. എന്താണ് സംഭവിക്കുന്നത് നോക്കാം. PDF അപ്പോൾ ഓട്ടോമാറ്റിക്കലി അക്കൗണ്ടിങ് വൗച്ചർ PDF എന്ന് പറഞ്ഞു വരും. താഴെ നമുക്കൊരു മെസ്സേജ് വരും, ഓപ്പൺ എക്സ്പോർട്ടഡ് ഫയൽ. യെസ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഇവിടെ നമ്മൾ എക്സ്പോർട്ട് പേയ്മെൻറ്റ് ആസ് ടാക്സ് ഇൻവോയ്സ് ആണെങ്കിൽ അതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ആ ടാക്സ് ഇൻവോയ്സ് ആയിട്ട് വരുള്ളൂ. ഏസ് കൊടുക്കുന്നു. ഏസ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് എക്സ്പോർട്ട് ആവും. എക്സ്പോർട്ട് ആയതിനു ശേഷം അത് ഓപ്പൺ ആയി വരും. നിങ്ങൾക്കിവിടെ കാണാം അക്കൗണ്ടിങ് വൗച്ചേഴ്സ് PDF. കണ്ടോ, PDF ഫോർമാറ്റിൽ ഓട്ടോമാറ്റിക്കലി
അത് ഓപ്പണായി വരും. നമുക്ക് ഇവിടെ ബാക്കിയുള്ള ഇൻഫർമേഷൻസ് എല്ലാം നമുക്കിവിടെ എൻട്രി ചെയ്യാവുന്നതുമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു PDF ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത്. Alt E എക്സ്പോർട്ട്. ഇനി എക്സലിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇമേജ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എക്സൽ ഫോർമാറ്റിലാണെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും, PDF-ലാണെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതാണ് എക്സ്പോർട്ട് എന്ന് പറയുന്ന ഭാഗം. നെക്സ്റ്റ് വൺ Alt M, ഇമെയിൽ. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ വൗച്ചർ നമുക്ക് ഇമെയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ വൗച്ചർ നമുക്ക് ഇമെയിൽ ചെയ്യാം. ഇമെയിൽ കണ്ടോ, വൗച്ചർ ഇമെയിൽ എന്ന് പറഞ്ഞൊരു മെസ്സേജ് ബോക്സ് വരും. നമ്മുടെ ഇമെയിൽ സെർവർ ജിമെയിൽ ആണെങ്കിൽ ജിമെയിൽ ഏതാണോ അത് കൊടുക്കുക. സെർവർ അഡ്രസ്സ് ഓട്ടോമാറ്റിക്കലി അവിടെ വരും. സെക്യൂർഡ് സോക്കറ്റ് ലെയർ അതിലൂടെയാണോ നമ്മൾ ചെയ്യുന്നത് അതിന് ഏസ് കൊടുക്കുക. അങ്ങനെ കമ്പനിയുടെ നെയിം കാണും, കമ്പനിയുടെ മെയിൽ ഐ ഡി ഇവിടെ കൊടുക്കുക. മെയിൽ ഐ ഡി അറ്റ് ഏതാണോ ജിമെയിൽ ആണെങ്കിൽ ജിമെയിൽ, മെയിൽ ഐ ഡി അറ്റ് gmail.com. യൂസർ നെയിം ഫോർ ഒതൻറ്റിക്കേഷൻ, നമുക്ക് ഒരു പർട്ടിക്കുലർ പേരുണ്ടെങ്കിൽ അത് പാസ്വേഡൊക്കെ ആയിരിക്കും, അത് നമുക്ക് വേണമെന്നില്ല. ദെൻ ഫോമാറ്റ്, ഏത് റെസൊല്യൂഷനിലാണ്, ആർക്കാണ് നമ്മൾ ഇമെയിൽ അയക്കുന്നത്. ഇപ്പോൾ മൾട്ടിപ്പിൾ അഡ്രസ്സ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് അഡ്രസ്സിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു അഡ്രസ്സേ ഉള്ളെങ്കിൽ ന്യൂ അഡ്രസ്സ് എന്ന് കൊടുക്കുക. ഇപ്പം ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ sales@gmail.com എന്ന് കൊടുക്കുന്നു. ആ അഡ്രസ്സ് ഓട്ടോമാറ്റിക്കലി വരും. CC കാർബൺ കോപ്പി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ, ബ്ലൈൻഡ് കാർബൺ കോപ്പി വേണമെന്നുണ്ടെങ്കിൽ അത്, അവരുടെയൊക്കെ അഡ്രസ്സ് നമുക്ക് ടൈപ്പ് ചെയ്യാം. പേയ്മെൻറ്റ് വൗച്ചർ. ദെൻ ഇമെയിലിന് എന്തെങ്കിലും മെസ്സേജസ് ഉണ്ടെങ്കിൽ എന്താണ്, ഏത് വൗച്ചറാണ്, എന്ന ഡേറ്റിലുള്ള വൗച്ചറാണ് അയക്കുന്നത്, ആ ഒരു ചെറിയ മെസ്സേജ് ആസ് അറ്റാച്ച്മെൻറ്റ് വരും. ദെൻ അക്കൗണ്ടിങ് വൗച്ചർ .html എന്നുള്ള ഈ ഒരു പേയ്മെൻറ്റ് വൗച്ചർ, 8ാമത്തെ പേയ്മെൻറ്റ് വൗച്ചർ എന്താണ് ആഡ് ചെയ്ത് വരും. ദെൻ മെയിൽ പേയ്മെൻറ്റ് ആസ് ടാക്സ് ഇൻവോയ്സ് എന്നുള്ള ഇൻഫർമേഷൻ വരും. ദെൻ എൻ്റർ ചെയ്യുമ്പം അക്സെപ്റ്റ് എന്നുള്ള മെസ്സേജ് വരും. ഏസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് മെയിലിലേക്ക് പോകും, ഓട്ടോമാറ്റിക്കലി ഇവിടെ നിന്ന് സെൻഡ് ചെയ്യാൻ പറ്റും. അടുത്തത് Alt O മീൻസ് അപ്ലോഡ്. നമ്മുടെ കമ്പനിക്ക് ഒരു സ്പെസിഫിക് ആയിട്ടൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ആ വെബ്സൈറ്റിലേക്ക് നമ്മുടെ ഡീറ്റെയിൽസ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടിയുള്ള കീ ആണ് Alt O, അപ്ലോഡ്. നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ പേയ്മെൻറ്റ് വൗച്ചർ അല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പോർട്ട് ആവാം, ബാലൻസ് ഷീറ്റ് ആവാം, എന്തും ആയിക്കൊള്ളട്ടെ. നമ്മളൊരു ബാലൻസ് ഷീറ്റ് എടുത്തു, ഈ ബാലൻസ് ഷീറ്റ് നമ്മുടെ വെബിലേക്ക് അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് Alt O പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് എന്ന് പറഞ്ഞു വരും. അവിടെ നമുക്ക് വെബ് പേജും അതിൻ്റെ ഡീറ്റെയിൽസ് URL ഐഡിയും കാര്യങ്ങളും പാസ്വേഡ്, യൂസർ നെയിം ആൻഡ് പാസ്വേഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഏത് രീതിയിലാണോ നമുക്ക് വേണ്ടത് ആ രീതിയിൽ നമുക്ക് ബാലൻസ് ഷീറ്റ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇതാണ് Alt O എന്ന് പറയുന്ന ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പഠിച്ച കാര്യങ്ങൾ F1 സെലക്ട് കമ്പനി, Alt F1 ഷട്ട് കമ്പനി, F2 ചേഞ്ച് ഡേറ്റ്, Alt F2 ചേഞ്ച് പീരീഡ്, Alt F3 company info from gateway of Tally, F11 features company operation alterations, F12 configure Tally screen settings, Control M gateway of Tally work area, Control N calculator ആണ്. ഈ കാൽക്കുലേറ്ററിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണ്, നമുക്ക് ലെഡ്ജർ അക്കൗണ്ട് ബാലൻസ് നമുക്ക് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ലെഡ്ജറിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ അറിയാൻ പറ്റും. Alt+G എന്തായിരുന്നു, ലാംഗ്വേജ് നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മൾ കാണുന്ന സ്ക്രീൻ മലയാളമാക്കാനോ ഹിന്ദി ആക്കാനോ ഒക്കെ നമുക്ക് ഏത് ലാംഗ്വേജ് ആണോ ആ ലാംഗ്വേജിലേക്ക് മാറ്റാൻ പറ്റും. അതുപോലെ Alt+K കീബോർഡ് സെറ്റിങ്സും ഇതേപോലെ നമുക്ക് മലയാളവും ഏത് ലാംഗ്വേജിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ആക്കാം. അതുകൂടാതെ ഹൈലൈറ്റ് ചെയ്യുന്ന കീസൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അക്കൗണ്ടിങ് വൗച്ചേഴ്സിലുള്ള ഷോർട്ട് കട്ട് കീസ് നമ്മൾ പറഞ്ഞത് Alt+C സെക്കൻഡറി ക്രിയേഷൻ, സെക്കൻഡറി ആയിട്ട് ഷോർട്ട് കട്ടായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അടുത്ത Control+A. Control+ എന്താണ്, എന്താണ്, സേവ് ചെയ്യാൻ വേണ്ടി, ആക്റ്റീവായെന്ന് പെട്ടെന്ന് നമുക്ക് സേവ് ചെയ്യാനുള്ള ഒരു സ്ക്രീനാണ് അല്ലെങ്കിൽ ഒരു കീ കോമ്പിനേഷനാണ് Control+A, അക്സെപ്റ്റിംഗ് ഓർ സേവിങ് എ സ്ക്രീൻ ഇൻ ടാലി. പേജ് അപ്പ് ആൻഡ് പേജ് ഡൗൺ, രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. നമ്മുടെ സേവ് ചെയ്ത വൗച്ചേഴ്സ് അതേ ഡേറ്റിലുള്ള വൗച്ചേഴ്സിനെ കാണാനും അല്ലെങ്കിൽ ലെഡ്ജറിനെ കാണാനും
അത് ഫോർവേഡ് ആൻഡ് റീവൈൻഡ് രീതിയിൽ നമുക്ക് കാണാൻ വേണ്ടിയുള്ളതാണ് പേജ് അപ്പ് ആൻഡ് പേജ് ഡൗൺ. കൺട്രോൾ ആർ എന്ന് പറയുന്നത് നമ്മളൊരു നറേഷൻ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത വൗച്ചറിലും അതേ നറേഷൻ വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഏത് കീ മതി? കൺട്രോൾ ആർ മതി. ഓൾട്ട് ആർ എന്ന് പറയുന്നത് സെയിം റിപ്പീറ്റ് സെയിം നറേഷൻ ഇൻ ദി സ്പെസിഫൈഡ് വൗച്ചർ ഓർ ലെഡ്ജർ. ലെഡ്ജറിലോ അല്ലെങ്കിൽ നമ്മളൊരു ഏതാണോ ഒരു പർട്ടിക്കുലർ വൗച്ചറിൽ നമ്മൾ നേരത്തെ ചെയ്തത് ആ ഒരു പർട്ടിക്കുലർ ലെഡ്ജറിൽ നമ്മൾ കൊടുത്തത് അത് തന്നെ വീണ്ടും കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഓൾട്ട് ആർ ആണ്. ഓൾട്ട് പി ഫോർ പ്രിൻറ്റ്, പ്രിൻറ്റിങ്ങിന് വേണ്ടിയുള്ള ഒരു കീ ആണ് ഓൾട്ട് പി. ഓൾട്ട് ഇ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എക്സലിലേക്കോ JPG ഇമേജ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു PDF ഫോർമാറ്റ് ആയിട്ടോ ഒക്കെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ഓൾട്ട് പ്ലസ് എം ഇമെയിൽ ചെയ്യാനുള്ള കീ ആണ്. ഓൾട്ട് പ്ലസ് ഒ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. കൺട്രോൾ ക്യൂ ഫോർ ക്വിറ്റ്, നമുക്ക് പെട്ടെന്ന് നമുക്ക് ക്വിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ ക്യൂ യൂസ് ചെയ്താൽ മതി, നമുക്ക് ക്വിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മറ്റേ നമ്മൾ എസ്കേപ്പാണ് ചെയ്യുന്നത് അല്ലേ. കൺട്രോൾ ക്യൂ ഫോർ ക്വിറ്റ്. അപ്പം നമ്മുടെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ലേൺ ടാലി സോഫ്റ്റ്വെയർ ഇൻ സിമ്പിൾ മെത്തേഡ്. അപ്പം ഷിയാബ്സ് അക്കാഡമിയുടെ ഈ ഒരു എപ്പിസോഡ് വാച്ച് ചെയ്യുന്നതിന് വളരെയധികം നന്ദി. അപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് ആദ്യമേ കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി കോഴ്സസ് അല്ലെങ്കിൽ ലേൺ അഡ്വാൻസ് കോഴ്സ് ഇൻ ടാലി നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം, നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. സോഫ്റ്റ്വെയർ വാങ്ങാനാണെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ.